നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജീവിതത്തിൽ ഒരിക്കലും ഈ പടി ചവിട്ടില്ലെന്ന് തീരുമാനിച്ചവളാ ഞാൻ. പക്ഷേ എന്റെ അമ്മയ്ക്ക് വേണ്ടി വരേണ്ടി വന്നു. സാരമില്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ. അമ്മേ, ഇനി സംസാരമൊന്നും വേണ്ട. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോ, നമുക്ക് പോവാം. എനിക്കൊന്നും എടുക്കാനുമില്ല, ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല. അമ്മേ, ആ അമ്മ തന്നെയാ പറയുന്നത്. ജാനകി, നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഇവിടെ ജാനയെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. എന്നാ പിന്നെ പൊയ്ക്കൂടെ? എന്താ ഭാവന, നിനക്കുള്ളോട് പോവാൻ പറഞ്ഞൂടെ? എന്തിനാ വെറുതെ അമ്മയും മോളെ തമ്മിൽ തെറ്റിക്കുന്നേ? ഞാനുള്ള കാര്യം പറയാലോ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ പറ്റൂല. നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനുള്ളതല്ല എന്റെ വീട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ വരുന്നുണ്ടോ? ഇല്ല, നീ വന്ന പോലെ പോവാൻ നോക്ക്. എന്നാ പിന്നെ ഞാനും പോകുന്നില്ല. എടി, ഇവളെന്താ പോയത്? എന്തിനായിരിക്കും പോയെ? ഓ, അവൾക്ക് മതിയായി കാണും. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്നിവിടെ ഭരിക്കാവുന്ന ആ ജാനകി കരുതിയത്. ജാനകി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പല്ലവി അവളെയും കൊണ്ടേ പോകുന്നുള്ള വാശിയില്ല. നീ ഇതെന്ത് ഭാവിച്ച പല്ലവി? അമ്മയോടൊരു സ്നേഹം കണ്ടില്ലേ? വല്യമ്മേ, പല്ലവിയോടും പ്രതീക്ഷനോടൊപ്പം ചെല്ല്. വല്യമ്മേ, ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. മോളെ, ഞാൻ പോവില്ല. നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയാൽ ശരിയാവില്ല. വല്യമ്മ ധൈര്യമായിട്ട് ചെല്ല്. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാനിപ്പോ പഴയ ഭാവനയാ. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ എനിക്കറിയാം. വല്യമ്മ ചെല്ല്. എന്നാലും മോളെ, ഗായത്രിയോടൊക്കെ ഞാൻ എന്ത് പറയും? അമ്മയെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്തായാലും നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആരോ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല സ്ക്രീൻ പ്ലേ ഇതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരിനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ ഇതുവരെ കാത്ത പ്രപഞ്ച ശക്തി ഇനിയും കാത്തോളും. വല്യമ്മ ചെല്ല്. മോളെ,
ഇപ്പോഴൊന്ന് സമാധാനമായത്. എന്റെ അമ്മ. അവസാനം പല്ലവിയെ വെച്ചൊരുക്കിയ കെണിയില് ജാനകി വീണു. ഇനി ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കൂടി. നീ ഇങ്ങോട്ട് വാ. അമ്മേ, ദേ ഭാവന വിളിക്കുന്നു. ആ നീ എടുക്കാത്ത എന്താ? ആ ഭാവനെ, ഞാൻ കൊടുക്കാം. എന്താ മോളെ? അമ്മേ, അമ്മ ഇവിടെ പ്രതീക്ഷയും പല്ലവിയും കൂടി വന്നിരുന്നു. എന്നിട്ട് വല്യമ്മേ, ഞാനിവിടെ ജോലിക്കാരിയായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെന്നും പറഞ്ഞ് ആകെ പ്രശ്നമായിരുന്നു. ഇനി എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ലമ്മേ. വല്യമ്മയും കൊണ്ടേ തിരിച്ചു പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ അവള് പോകുന്നില്ല എന്നും പറഞ്ഞു. എന്നിട്ട് ഏട്ടത്തി ഒന്നും പറഞ്ഞില്ലേ? വല്യമ്മ പറയാനുള്ളതെല്ലാം പറഞ്ഞു. പക്ഷെ അവരെന്ത് പറഞ്ഞിട്ടും പിന്മാറാൻ തയ്യാറാവുന്നില്ലായിരുന്നു. ഒടുവിൽ ഞാൻ തന്നെ വല്യമ്മ അവരോടൊപ്പം പറഞ്ഞയച്ചു. ഏട്ടത്തി പോയോ? വല്യമ്മ ഒരു വിധത്തിലും പോയില്ല അമ്മേ. പക്ഷെ സ്വന്തം മക്കളല്ലേ. ഒടുവില് സഹി ഇട്ടിട്ടാ വല്യമ്മ അവർക്കൊപ്പം പോയത്. വേണ്ട, എങ്കിൽ പിന്നെ നീ അവിടെ നിൽക്കണ്ട. എനിക്ക് പേടിയുണ്ട്. ഏയ്, അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. ഇവിടെ ആരും എന്നെ ഒന്നും ചെയ്യൂല. വേണ്ട, നിനക്ക് അവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ബാക്കിയുള്ളവരെ സമാധാനം ഇല്ലാതിരിക്കുന്നത്.